ഹലോ വ്യൂവേഴ്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പനാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്, ഒരു സ്പെഷ്യൽ ബിരിയാണി കേട്ടോ, വെജിറ്റബിൾ ബിരിയാണി. അതാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ കാണിക്കുന്നത്. ബാക്കി വിവരങ്ങളൊക്കെ എൻ്റെ ചിറ്റപ്പൻ പറയും. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ക്ലാസിക്കൽ ബിരിയാണിയോ ക്ലാസിക്കൽ ഫ്രൈഡ് റൈസോ അല്ല. അവൈലബിൾ PB എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പോലെ അവൈലബിൾ പച്ചക്കറികൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു വിഭവമാണിത്. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതും സ്വാദിഷ്ടവും പോഷക സമൃദ്ധവുമായിട്ടുള്ള ഈ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. വിശദവിശങ്ങൾ നമുക്ക് പിന്നാലെ കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകാം. ഈ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടും തന്നെയാണ് ഞങ്ങളുടെ വിചാരം. എല്ലാവർക്കും നമോവാകം. ബിരിയാണിക്കായി അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്പെഷ്യൽ റൈസിനായി 300 ഗ്രാം ബാസ്മതി അരിയാണ് എടുത്തത്. അരി നന്നായി കഴുകി വെള്ളം കളഞ്ഞു വയ്ക്കുക. വെജിറ്റബിൾസൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണിത്. 2 ക്യാരറ്റ്, 100 ഗ്രാം ബീൻസ്, ഒരു ചെറിയ ബീട്രൂട്ട് അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മതി, ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഒരു വലിയ ഉരുളൻകിഴങ്ങ് വേവിച്ച് കട്ട് ചെയ്തത്, 2 നാരങ്ങയുടെ നീര്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞളും കൂടാതെ സ്പൈസസായി മുളക് പൊടിയും കുറച്ച് വെജിറ്റബിൾ മസാലയും ചേർക്കുന്നുണ്ട്. അരി പകുതി വേഗമാവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായി വെള്ളം വച്ചിരിക്കുകയാണ്. ഉപ്പിട്ട് കഴിഞ്ഞു, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിരുന്നു. അതിനുശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കുക. അരി ഒരുപാട് കുക്കാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് വേകുന്ന അരി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇതിപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം വാർത്ത് കളയാം. വെജിറ്റബിൾസും ഓവർ കുക്ക്ഡ് ആകാതിരിക്കുവാൻ വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. ഏറെ വെജിറ്റബിൾസ് ഉള്ളതിനാൽ ഇത്രയും എണ്ണയിൽ ഇവയെല്ലാം ഓരോന്നോരോന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, സവാള ഇവയൊന്ന് വഴന്നു വരുമ്പോൾ ബാക്കിയുള്ളവ ചേർക്കാം. ഇനി ബീൻസിൻ്റെ ഊഴമാണ്. അത് കഴിഞ്ഞ് ക്യാരറ്റും ബീട്രൂട്ടും ഒരുമിച്ചിടാം. റൈസ് കുക്ക് ചെയ്തിരുന്നപ്പോൾ ഉപ്പ് ചേർത്തുമല്ലോ, അതുകൊണ്ട് വെജിറ്റബിൾസിന് മാത്രമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. പിന്നീട് മഞ്ഞൾ, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവയും ചേർക്കുക. വെജിറ്റബിൾസിൻ്റെ ഫ്രഷ്നെസ് ഒട്ടും തന്നെ പോകാതെ നിറവും ഒന്നും മങ്ങാതെ തന്നെ നമ്മൾ വഴറ്റിയെടുത്തു. ഇനിയാണ് ചോറ് ചേർക്കുന്നത്. ചോറ് മുഴുവനായി കുക്കായിട്ടില്ല. ഇനി നമുക്ക് ഈ ഉരുളിയിലും കൂടി ഇട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇവയെല്ലാം കൂടി ചേർത്ത് പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. റൈസ് ചേർക്കുമ്പോൾ തന്നെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയും ചേർക്കാം. ഇഷ്ടമാണെങ്കിൽ ആവശ്യാനുസരണം ഇതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറും ചേർക്കാം. ഹോം മെയ്ഡ് ബട്ടർ തന്നെയാണ് ഞങ്ങൾ ചേർക്കുന്നത്. അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് കേട്ടിട്ടില്ലേ? ചോറ് അങ്ങനെ തട്ടിപ്പൊത്തി വച്ചിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് കിസ്മിസും വെജിറ്റബിൾ മസാലയും കൂടെ ആഡ് ചെയ്യണം. ബിരിയാണി മസാല വീട്ടിലില്ലാത്തവർ വെജിറ്റബിൾ മസാല ചേർത്താലും മതിയാകും. 5 മിനിറ്റ് കൂടി ചെറുതീയിൽ വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതുകൂടി കഴിയുമ്പോൾ ലെമൺ ജ്യൂസ് ചേർത്ത് ഒന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഏലക്കായ, ഗ്രാമ്പു അതുപോലെയുള്ള ഹോൾ മസാലകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അതൊന്നും ചേർക്കാതെയാണ് ഈ റൈസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. റൈസിൻ്റെ കൂടെ കേർഡ് സാലഡ് കൂടിയായാൽ ഊണ് കുശാൽ. ഇന്നിവിടെ ഉണ്ടാക്കിയതുപോലെയുള്ള വെജിറ്റബിൾ റൈസ് കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യുമല്ലോ.